കാശ്മീരിൽ കൊല്ലപ്പെടുന്ന ഭീകരരിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളാണ്. അത് ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ സൈന്യം തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ പാകിസ്ഥാൻ നയതന്ത്രം പാളുന്നതാണോ, എന്താ അതിൻ്റെ ഒരു? അതായത് ഈ ജമ്മു കാശ്മീരിൽ ഇപ്പം പറഞ്ഞില്ലേ, സജീവമായ 80% ഭീകരർ പാകിസ്ഥാനികളാണ്. അവിടെ പല ഘട്ടങ്ങളിലായി ഇന്ത്യൻ സേനയുമായുള്ള ഏറ്റുമുട്ടലൊക്കെ കൊല്ലപ്പെട്ട 60% ഭീകരർ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്നിട്ട് അവിടെ നിന്ന് നുഴഞ്ഞു കയറിയതാണ്. ഇത് പറയുന്നത് ഇന്ത്യൻ കരസേനാ മേധാവിയായ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. അപ്പോൾ ഔദ്യോഗികമായി കരസേനാ മേധാവി തന്നെ ഇക്കാര്യം പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. ഇപ്പോഴും പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലകളിലൊക്കെ അന്തരീക്ഷം അത്ര സുഗമമല്ല, അല്ലെങ്കിൽ ഏത് നിമിഷവും സംഘർഷമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ്. പക്ഷേ ഇന്ത്യൻ സേന സുസജ്ജമായതുകൊണ്ട് ഏതൊരു സാഹചര്യത്തെ നമുക്ക് നേരിടാൻ പറ്റും. ഇപ്പോൾ കിഴക്കൻ ലഡാക്കിൽ ഉൾപ്പെട്ടുള്ള ഡെപ്സാങ്, ഡെംചോക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ചൈനീസ് സൈന്യം പിൻവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചൈനയുമായിട്ടുള്ളൊരു ടെൻഷൻ നമുക്ക് കുറവായിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യൻ സേന കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ്റെ നയതന്ത്രം അഫ്ഗാനിസ്ഥാൻ്റെ അടുത്തടക്കം പാളുന്നുണ്ട്. അവിടെ ഇന്ത്യ ഒരു ബഹുമുഖ സ്വതന്ത്ര നയതന്ത്ര നിലപാട് സ്വീകരിക്കുന്നു. ഇത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പോൾ ഒരു അതെ, നല്ലൊരു അലയൻസ് ആണ്. അപ്പം ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇത് ശ്രദ്ധിക്കുന്നു. BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുകയാണ്, ഇന്ത്യയുടെ ഇത് എന്തൊരു നയതന്ത്രമാണ്, നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്നലെ വരെ ശത്രുവായിട്ട് നിന്നിരുന്ന അഫ്ഗാൻ പോലെയുള്ള ഒരു രാജ്യത്തെ ഇന്ത്യ വളരെയധികം അനുകൂലിക്കുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം നടത്തുന്നു, അഫ്ഗാനെ പാകിസ്ഥാൻ തിരിച്ചാക്രമിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ കാലത്തും നമ്മൾ കരുതിയത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല സഖ്യമാണ്, നല്ല കൂട്ടാണെന്നാണ്. നമുക്കറിയാം, USSR പണ്ട് അഫ്ഗാനിസ്ഥാന് നേരെ ആക്രമണം നടത്തി. അത് കഴിഞ്ഞ് അമേരിക്ക ആക്രമണം നടത്തി. ഈ സമയത്തൊക്കെ അഫ്ഗാന് സഹായവുമായി ചെന്നത് പാകിസ്ഥാനും ISI പോലെയുള്ള സംഘടനയൊക്കെ ആയിരുന്നു. അപ്പം ഇവർ പണം കൊടുക്കും, ആയുധം കൊടുക്കും, എല്ലാവിധ സപ്പോർട്ടും കൊടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഇവർ കൂടെ നിൽക്കുമെന്ന് കരുതി. നിലവിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറി സൈന്യം. ആ പിന്മാറിയ സമയത്ത് വീണ്ടും അവിടെ താലിബാൻ ഭരണകൂടം വന്നു. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പാകിസ്ഥാനാണ്. കാരണം തങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടുമായിട്ട് അഫ്ഗാൻ വരുന്നത്. ഇനി അഫ്ഗാനുമായിട്ട് നമുക്കൊന്നിച്ച് മുന്നേറാമെന്ന് പറഞ്ഞു. പക്ഷേ ആ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. കാരണം കഴിഞ്ഞ ഏതാണ്ട് 2-3 വർഷവുമായിട്ട് താലിബാൻ ഭരിക്കുന്നതിന് മുമ്പ് അഫ്ഗാൻ ഭരണകൂടവുമായി ഇന്ത്യ നല്ല ബന്ധമാണ് പുലർത്തുന്നത്. അവിടെ ഇന്ത്യ വലിയ നിക്ഷേപമൊക്കെ നടത്തുന്നു. $3 ബില്യൺ നിക്ഷേപം നടത്തി. എന്ന് പറഞ്ഞാൽ 500-ലധികം പ്രൊജക്റ്റുകൾ, റോഡ് നിർമ്മിക്കുന്നു, ഇന്ത്യയാണ് അഫ്ഗാനിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാലം നിർമ്മിക്കുന്നു, റോഡ് നിർമ്മിക്കുന്നു, ആശുപത്രികൾ നിർമ്മിക്കുന്നു, അവിടെ വേണ്ട പ്രൊജക്റ്റുകൾ, ഡാം, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളും സഹായങ്ങളും ചെയ്യുന്നു. അപ്പം അഫ്ഗാനിൻ്റെ ആ ഒരു നിലപാട്, ഇന്ത്യയോടുള്ള നിലപാടിൽ വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താലിബാൻ ഭരണകൂടം വരുന്നത്. അപ്പോഴും അവർക്ക് ധാന്യങ്ങൾ, ഗോതമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ താലിബാൻ ഭരണകൂടം വന്നിട്ട് നമ്മളിത് നിർത്തിയില്ല. അപ്പോൾ താലിബാൻ ഭരണകൂടത്തിന് പതുക്കെ ഇന്ത്യയുമായിട്ടൊരു സമരസപ്പെട്ടു പോകണമെന്ന് താല്പര്യപ്പെടുന്നു. അങ്ങനെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രയും താലിബാന്റെ, അതായത് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന അമീർ ഖാൻ മുക്താക്കി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ദുബൈയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിട്ട് പറഞ്ഞു, നമ്മൾക്കിനി ചില കാര്യങ്ങളിലൊക്കെ ഒത്തുപോകാം. അന്ന് അവർ അഫ്ഗാൻ ഉറപ്പ് നൽകി, ഇനി അഫ്ഗാൻ മണ്ണിൽ ഇന്ത്യക്കെതിരായ ഒരു തീവ്രവാദ പ്രവർത്തനവും ഞങ്ങൾ നടത്തില്ല. അതിനാരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരെ ഞങ്ങൾ കർശന നടപടിയെടുക്കും. അപ്പോഴും ലോകരാജ്യങ്ങൾ ഞെട്ടി. കാരണം ഇന്നലെ വരെ ഇങ്ങനെയുള്ള സമീപനമായിരുന്നില്ല. പക്ഷേ അഫ്ഗാൻ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളാണ് അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്, പണം നൽകുന്നത്, ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള കാരണമെന്ന് പറയുന്നത്, പാകിസ്ഥാനിൽ 2 പ്രധാന തുറമുഖങ്ങളുണ്ട്. ലാഹോറിലും അതുപോലെ തന്നെ ഗ്വാദർ എന്നീ 2 തുറമുഖങ്ങളാണ്. ഈ തുറമുഖങ്ങൾ വഴിയാണ് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. അപ്പോഴാണ് ഇറാൻ്റെ കയ്യിലുള്ള ചാബഹാർ തുറമുഖം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാബഹാർ തുറമുഖവും അഫ്ഗാനുമായിട്ട് ട്രേഡുകൾ ആരംഭിച്ചു. അപ്പോൾ നമുക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം, ട്രേഡ് നടത്താം. അങ്ങനെ ഇന്ത്യ പുതിയൊരു ബന്ധം അവിടെ തുടക്കം കുറിച്ചു. അപ്പം ഭയങ്കര കോപാകുലരാകുന്നതിനിടയിൽ അഫ്ഗാൻ സൈന്യം പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്തി. പാകിസ്ഥാൻ്റെ ഒരു സൈനിക പോസ്റ്റിലേക്ക് ചെന്ന് ആക്രമണം നടത്തി 16 പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ചു കൊല്ലുന്നു. പാകിസ്ഥാൻ ഞെട്ടലായപ്പോൾ ഇവരിങ്ങനെ എന്താ കടന്നു കയറുന്നതെന്നും മനസ്സിലായില്ല. അവരെന്താണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. അപ്പം വിമാനത്തിൽ ചെന്നിട്ട് പാകിസ്ഥാൻ തിരിച്ച് അവർക്ക് ബോംബിടുകയൊക്കെ ചെയ്തു. ആ ബോംബിങ്ങിൽ ഏതാണ്ട് 46 പേരാണ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. ഏറെ പേരും സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പം അഫ്ഗാനിലെ സൈനികരൊന്നുമല്ല കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇത് തെറ്റായ ഒരു നിലപാടാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അതിനെ അപലപിച്ചു. അപ്പോൾ തൊട്ടയൽപ്പക്കത്തുള്ള 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ അപലപിക്കുകയും അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇത് പുതിയൊരു തന്ത്രമാണ്. അപ്പം അജിത് ഡോവൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ്
നേതാവ് ചില തന്ത്രങ്ങളൊക്കെ നേരത്തെ മെനഞ്ഞിരുന്നു. അതാണ് വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല നയതന്ത്ര ബന്ധത്തിന് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളൊരു ബന്ധം വന്നത്. ഇതിനിടയിൽ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒന്ന് ഈജിപ്തിൽ പോയിരുന്നു. ആ സമയത്ത് ബംഗ്ലാദേശിൻ്റെ ചുമതലയുള്ള മുഖ്യ ഉപദേഷ്ടാവുണ്ട് നമ്മുടെ മുഹമ്മദ് യൂനിസ്, അദ്ദേഹം അവിടെ ചെന്നു. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ്റെ അടുത്ത് ചില സഹായങ്ങൾ ബംഗ്ലാദേശ് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഈ വരുന്ന ഫെബ്രുവരി മുതൽ ബംഗ്ലാദേശ് ആർമിയെ പരിശീലിപ്പിക്കാൻ പാകിസ്ഥാനിലെ ചില ഉന്നത പട്ടാള ഉദ്യോഗസ്ഥർ അവിടേക്ക് ചെല്ലും. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലൊരു കൂട്ടായി. അപ്പോൾ അമേരിക്കയുടെ ശ്രമഫലമായി ബംഗ്ലാദേശ് പറഞ്ഞ അട്ടിമറിച്ചു. അവർ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. ആ ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാൻ ഒരു കൂട്ടുണ്ടാക്കി. അപ്പോൾ ഇവരുടെ തന്ത്രങ്ങൾ വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം. ആ സമയത്ത് ഇന്ത്യ വേറൊരു നയതന്ത്രം പ്രയോഗിച്ചു. അഫ്ഗാനിസ്ഥാനെ കൂട്ടുപിടിച്ചു. അഫ്ഗാൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു കാരണവശാലും അവരെ സപ്പോർട്ട് ചെയ്യില്ല, പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ സഹായം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്നാൽ ഈ ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിൽ ഏതാണ്ട് ഒറ്റപ്പെട്ടു. കാരണം അവിടെ മുൻ പ്രധാനമന്ത്രിയുണ്ട് ഇമ്രാൻഖാൻ നിലവിൽ ജയിലില്ല. അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി. ഈ പ്രക്ഷോഭം നടത്തിയത് മാത്രമല്ല, ഇമ്രാൻഖാൻ്റെയും ഭാര്യയ്ക്കുമെതിരെ വീണ്ടും കോടതി കുറ്റപത്രം ഒക്കെ ചാർത്തിയിട്ട് വീണ്ടും ഇവരെ ജയിലിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെ പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ അനുകൂലിക്കുന്ന ആളുകൾ വലിയ പ്രക്ഷോഭം നടത്തുമ്പോൾ പാക് സൈന്യം അവർക്ക് നേരെ വെടിവെക്കുന്നു. അപ്പോൾ വെടിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പേര് കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെട്ടാൽ അതൊരു കലാപമായി രൂപാന്തരപ്പെടാം. എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. മാത്രമല്ല, മുമ്പ് ഈ അഫ്ഗാനിസ്ഥാനിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ കുറേ അഫ്ഗാനികൾ നമ്മുടെ അഭയാർത്ഥികളായിട്ട് ഈ പാകിസ്ഥാനിലേക്ക് പോയി. അവരെല്ലാം കൂടെ ചേർന്ന് പിന്നെ തെഹരീക്കെ ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരു തീവ്രവാദ സംഘടന ഉണ്ടാക്കി. അതായത് നിലവിൽ അഫ്ഗാനിൻ്റെ ഭരണം കൈയാളുന്ന താലിബാൻ്റെ പാകിസ്ഥാനിലെ ഒരു സഹസംഘടന എന്ന് പറയാം. അപ്പോൾ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അഫ്ഗാനിസ്ഥാൻ നിലപാട് സ്വീകരിച്ചാൽ ഈ തെഹരീക്കെ ഈ താലിബാൻ പാകിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പാകിസ്ഥാനിൽ പല ഭാഗത്തു നിന്നായ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇനി മറ്റൊരു മേഖലയാണ് ബലൂചിസ്ഥാൻ. അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു വിങ്ങുണ്ട്. അവരുടെ ആഗ്രഹം പാകിസ്ഥാനിൽ വിട്ടുപോയിട്ട് ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്നാണ്. അപ്പോൾ അവരും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 or 3 സ്ഥലത്ത് ഒരേ സമയം ആഭ്യന്തരമായിട്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ഗുണം ഇന്ത്യക്ക് കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ ഗുണം ഉണ്ടാകുന്നതിന് മാത്രമല്ല, ഇനി ഈ 2 രാജ്യങ്ങൾ, അതായത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക രേഖയാണ്. അപ്പോൾ ആ ഡ്യൂറൻ ലൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത്. ഏതാണ്ട് 4 കോടിയോളം വരുന്നവരുണ്ട്. കുറച്ച് പേര് അപ്പുറത്തും കുറച്ച് പേര് ഇപ്പുറത്തും. അപ്പോൾ ഒരു വിഭാഗമാണ്, ഒരു പ്രത്യേക നമ്മൾ ജാതി മതമല്ല. അതുപോലെ പഷ്തൂൺ വിഭാഗക്കാരിൽ കുറച്ച് പേര് ഈ സാങ്കല്പിക രേഖയുടെ അപ്പുറത്ത്, അഫ്ഗാനിൽ കുറച്ച് പേര് സാങ്കല്പിക രേഖയുടെ ഇപ്പുറത്ത്. അപ്പോൾ ഇവർക്ക് ഒന്നിച്ച് നിൽക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ പഷ്തൂൺകാർ അവിടെ വേറൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അവരുടെ രാജ്യം പിന്നെ ശിഥിലമായിക്കോട്ടെ. അപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാനെ കൂട്ടുപിടിച്ച് പുതിയൊരു നയതന്ത്രവുമായിട്ട് മുന്നേറുന്നു. അപ്പോൾ BBC പ്രത്യേക ഡോക്യുമെൻ്ററികൾ അടക്കം നടത്തുന്നു. ഇന്നലെ വരെ ചേർത്ത് പിടിച്ച പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ കൈയൊഴിയുന്നു. പകരം ഒരു കാലത്ത് ശത്രുരാജ്യമായി കരുതിയിരുന്ന അഫ്ഗാനിസ്ഥാനെ ഒരു എംബസി പോലും ഇല്ലായിരുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പോൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പുതിയ വിസയൊക്കെ അനുവദിക്കുന്നു. അതായത് നമ്മുടെ മെഡിക്കൽ ടൂറിസം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ട്രേഡ് തുടങ്ങിയ മേഖലകളിൽ വിസ അനുവദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും, നല്ല ബന്ധം മുന്നോട്ട് വരും. ഇത് പാകിസ്ഥാനെ ഏറെ അലട്ടുന്നുണ്ട്. അപ്പം ഈ ഡ്യൂറൻ ലൈനിൻ്റെ കാര്യം പറഞ്ഞിട്ട് പഷ്തൂൺകാർ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മറ്റൊരു പ്രശ്നം ഉണ്ടാക്കുന്നു, ഇമ്രാൻഖാനെ അനുകൂലിക്കുന്ന ആളുകൾ വേറെ കുറേ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാക് പ്രധാനമന്ത്രി ഒറ്റപ്പെടുകയാണ്. ഏത് നിമിഷവും അവിടെ ഒരു അട്ടിമറി സംഭവിക്കാം. അപ്പോൾ ഈ പാകിസ്ഥാനിലെ ഈ ഇമ്രാൻഖാനെ അനുകൂലിക്കുന്ന ആളുകളുടെ വിചാരം അല്ലെ ശ്രമം എന്ന് പറയുന്നത് ഇമ്രാൻഖാനെ പുറത്തിറക്കുകയല്ല, പാകിസ്ഥാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്കാലത്തും അവിടെ പട്ടാള ഭരണമാണ് നിലനിന്നിരുന്നത്. ആ പട്ടാള ഭരണത്തിന് വേണ്ട സാമ്പത്തിക സൈനിക സഹായങ്ങൾ ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സഹായം അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ജോ ബൈഡൻ്റെ കാലം വരെ അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ എല്ലാം മാറി. പാകിസ്ഥാനെ ട്രംപിന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇവരെ അങ്ങനെ വിടണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കറാച്ചിയിലെയും ഗ്വാദർ തുറമുഖവും വഴിയുള്ള തുടർ ട്രേഡുകൾ ഇതൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തും. അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന അഫ്ഗാനിസ്ഥാനായിരിക്കും. കാരണം ചാബഹാർ വഴി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനോട് പുതിയ ഒരു ട്രേഡിന് തുടക്കം കുറിക്കും. അപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തിയാൽ, ഒരു അറ്റാക്ക് നടത്തിയാൽ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകിയാൽ അതിനെയൊക്കെ
വെള്ളം ഒഴിച്ച് കെടുത്താൻ അഫ്ഗാനിസ്ഥാൻ തയ്യാറാവുകയാണ്. അപ്പം നമ്മുടെ നയതന്ത്ര തലത്തിൽ ഉള്ള ബന്ധം വളരെയധികം മാറി. അപ്പം ആണവ ആയുധങ്ങളൊക്കെയുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. കാരണം അവർ തകർന്നു പോവുകയാണ്. അവർക്ക് ബാക്കി സഹായം വേണ്ടേ? സൈനികരൊന്നുമില്ല, സാമ്പത്തികമായിട്ട് സഹായമില്ല, കിട്ടുന്ന പണം മുഴുവൻ അവിടുത്തെ പട്ടാള മേധാവികൾ ഉൾപ്പെടെ ദൂർത്തടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവർക്കിനി നിലനിൽക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നിച്ച് നിൽക്കുകയും ഇന്ത്യ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ചൈന പോലും ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നു. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ കൈയൊഴിയുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം മൂലം അവിടെയും ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. കാരണം ബംഗ്ലാദേശിലെ ജനങ്ങളെയൊക്കെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ആർമി ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് ബംഗ്ലാദേശിൽ. പക്ഷേ നിലവിലെ ഭരണകൂടം പാകിസ്ഥാനിലെ ആളുകളെയൊക്കെ ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇതുമൂലം വീണ്ടും പാകിസ്ഥാൻ ഒറ്റപ്പെടും. അപ്പോൾ ഇനി ആരെങ്കിലും രക്ഷിക്കാനുണ്ടാകുമെന്ന് അവർ അവസാന പ്രതീക്ഷ അർപ്പിച്ചത് അമേരിക്കയിലായിരുന്നു. ട്രംപ് അതും പോയി ആ പ്രതീക്ഷ പറയാം. അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങൾ ആ ശത്രുരാജ്യമായ അഫ്ഗാനിസ്ഥാനെ നമ്മളോട് കൂടെ ചേർത്ത് നിർത്തുന്നു, ഒപ്പം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും. അപ്പം നാളെ അഫ്ഗാൻ ശക്തമായ ആക്രമണം പാകിസ്ഥാന് നേരെ നടത്തിയാൽ അതിൻ്റെ ഗുണം ഇന്ത്യക്കുണ്ടാകും. മാത്രവുമല്ല, അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധവും പാകിസ്ഥാനിൽ നിന്ന് അകറ്റാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു 2-3 കഷ്ണങ്ങളായിട്ട് ചിലപ്പോൾ ആ രാജ്യം തന്നെ പിരിഞ്ഞു പോകാം, രാജ്യം തന്നെ ഇല്ലാണ്ടാവും. അതെ, പാകിസ്ഥാൻ അത് ആണവ ശക്തിയായിട്ടുള്ള ഒരു രാജ്യം ഇല്ലാതെയായി പോകാനുള്ള സാധ്യത പോലും മുന്നിൽ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.